അനീഷ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണല്ലോ, എന്താണ് വിവരങ്ങൾ? ഞാൻ ഇതിന്റെ ഇപ്പുറത്താ, അവിടുന്ന് കടക്കാം. ഇനിയിപ്പുറത്താണ് പാട്ടും കൂട്ടും ഇങ്ങോട്ട് വന്നോ, പിന്നെ വരാൻ നിൽക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല ക്യാമ്പസിൽ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുറത്ത് വലിയ പ്രതിഷേധം ആണ് ഇപ്പോൾ SFIയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഈ ചടങ്ങ് സുഗമമായി പുരോഗമിക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചടങ്ങ് കൃത്യമായി എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് SFIയുടെ പ്രതിഷേധം? അഭിലാഷ് ഗസ്റ്റ് ഹൗസിന് തൊട്ടടുത്തുള്ള സെമിനാർ കോംപ്ലക്സിലാണ് ഇപ്പോൾ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ചടങ്ങിൽ പ്രത്യേകിച്ചൊരു അലോസരം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മറുവശത്ത് പ്രവർത്തകർ ഈ സെമിനാർ ഹാൾ ഈ ക്യാമ്പസിനകത്ത് തന്നെയാണോ അനീഷ്? സെമിനാർ ഹാൾ ക്യാമ്പസിനകത്ത് തന്നെയാണ്. നിലവിൽ ഗവർണർ തങ്ങുന്ന ഗസ്റ്റ് ഹൗസിൽ നിന്നും ഏതാണ്ട് 50 മീറ്റർ മാത്രം ദൂരെയുള്ള, അല്ലെങ്കിൽ വളരെ അടുത്ത് നടക്കാൻ പറ്റുന്ന ദൂരം മാത്രമുള്ള അടുത്താണ് ആ സെമിനാർ ഹാൾ ഉള്ളത്. അത് വളരെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. ദൂരേക്ക് പോകേണ്ട. അവിടെ നിന്നും ഏതാണ്ട് 200 മീറ്റർ മാറിയാണ് പരീക്ഷാ ഭവൻ. ആ പരീക്ഷാ ഭവന് അടുത്താണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഈ വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തന്നെ മുദ്രാവാക്യ മുന്നണികളുമായി ഇവർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. തൊട്ടു മുമ്പ് ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ മുദ്രാവാക്യം നടത്തുന്നതിന് തൊട്ടു മുമ്പ് പാട്ടുകളും മറ്റും പാടിയൊക്കെയാണ് അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് ആ പാട്ടുകൾ മാറി കടുത്ത മുദ്രാവാക്യ വിളികളിലേക്ക് നീങ്ങുകയും കുറച്ച് അധികം പ്രവർത്തകർ പുറത്തേക്ക് ബാരിക്കേഡുകൾ ഭേദിച്ച് പെൺകുട്ടികൾ അടക്കമുള്ളവർ പുറത്തേക്ക് ചാടുകയുമായിരുന്നു. അവർ ഈ പോലീസിന്റെ വലയം ഭേദിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള നീക്കം നടത്തിയെങ്കിലും പോലീസ് അവരുടെ പുറകെ പോയി പിടികൂടി ഈ വാഹനത്തിന് മുന്നിലേക്ക് മാറ്റുകയായിരുന്നു. ഒരു വശത്ത് ഈ വലിയ ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിലും മറ്റുമൊക്കെ പോലും കുട്ടികൾ ഈ ബാനറുകളും ഉയർത്തി നിൽക്കുന്നുണ്ട്. ക്യാൻറ്റീന് സമീപം, ഈ സെമിനാർ കോംപ്ലക്സിനോട് അടുത്ത ക്യാൻറ്റീന് സമീപവും കുറച്ച് വിദ്യാർത്ഥികൾ അവിടെ കാട് വഴി അകത്തേക്ക് ചാടാനുള്ള ഒരു നീക്കം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പര്യാപ്തമായ എല്ലാ ഇടങ്ങളിലൂടെയും ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കടത്താൻ, ഈ സെമിനാർ കോംപ്ലക്സിനുള്ളിലേക്ക് എത്താൻ, തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ, കരിങ്കൊടി ഉയർത്തിക്കാട്ടാൻ ഉള്ള ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഒരുപക്ഷെ ഈ സെമിനാർ ഹാളിൽ നടക്കുന്ന ചടങ്ങ് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ നീങ്ങുമ്പോൾ ഈ വലയം ഭേദിച്ച് വിദ്യാർത്ഥികൾ അതിലേക്ക് ഓടി ചെല്ലാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും വലിയ പോലീസ് സന്നാഹമാണ്. 2000-ലധികം വരുന്ന പോലീസുകാരെയാണ് ഈ ക്യാമ്പസിന്റെ വിവിധയിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പരീക്ഷ കേന്ദ്രം, ഒപ്പം മറുവശത്തുള്ള ഗസ്റ്റ് ഹൗസ്, അതിനപ്പുറമുള്ള സെമിനാർ കോംപ്ലക്സ്, പ്രവേശന കവാടം എന്നിങ്ങനെ എല്ലാ ഇടങ്ങളിലും
ബാരിക്കേഡിലും പോലീസിന്റെ വലിയ സന്നാഹം തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. എത്ര കുട്ടികൾ ഈ വലയം ഭേദിച്ച് കടന്നാലും അവർക്ക് മുന്നോട്ട് പോയി ഗസ്റ്റ് ഹൗസിലേക്കോ അല്ലെങ്കിൽ ഈ സെമിനാർ കോംപ്ലക്സിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അതും നമുക്ക് SFIക്കാർ പോകുമോ എന്നതാണ് കണ്ടറിഞ്ഞ് കാണേണ്ടത്. കാരണം ഇവിടെ നിന്നും ഏതാണ്ട് 200 മീറ്റർ ദൂരം പോകേണ്ടതുണ്ട്. ആദ്യ വലയം പോലീസിന് ഭേദിച്ചാലും പോലീസിന്റെ വാഹനങ്ങളൊക്കെ അടക്കം സൂക്ഷിച്ചിരിക്കുന്ന രണ്ടാമതൊരിടമുണ്ട്, അവിടെ പോലീസിന്റെ വലയമുണ്ട്. അതും ഭേദിച്ച് മറികടന്നാൽ പിന്നീട് ഗസ്റ്റ് ഹൗസിന് സമീപവും വലിയൊരു സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നു. അതും മറികടന്നു പോയാൽ സെമിനാർ കോംപ്ലക്സിന് സമീപമുണ്ട്. അത്തരത്തിൽ 4-5 തലത്തിലെ പ്രതിബന്ധങ്ങൾ കടന്നു വേണം വിദ്യാർത്ഥികൾക്ക് അവിടെ എത്താൻ. അത് ഏതാണ്ട് അസാധ്യമായ ഒരു ദൗത്യമെന്ന് മാത്രമേ അല്ലെങ്കിൽ അസാധ്യമായ ഒരു കൃത്യമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ആദ്യഘട്ടത്തിൽ ഈ ബാരിക്കേഡിന് സമീപം വനിതാ പോലീസുകാരും പുരുഷ പോലീസുകാരും അടക്കമുള്ളവരുണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോയാൽ വീണ്ടും ഈ ഇത്തരത്തിലൊരു ലെയറാണ്. ഇതും കഴിഞ്ഞു പോയാൽ റാപ്പിഡ് റെസ്പോൺസ് ടീം നിലനിർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ തലത്തിലെയും പ്രതിബന്ധങ്ങൾ മറികടന്ന് വേണം ഇവർക്ക് ആ സെമിനാർ ഹാളിലേക്ക് എത്താൻ. അത് ഈ ഘട്ടത്തിൽ ഏതാണ്ട് അസാധ്യമെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ വളരെ അധികം വിദ്യാർത്ഥികളുണ്ട്. അകത്തായി ഈ അറസ്റ്റ് കഴിച്ച് അകത്തേക്ക് പോയ വിദ്യാർത്ഥികളെ 5 വിദ്യാർത്ഥികളെ ഇപ്പോൾ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയധികം വിദ്യാർത്ഥികൾ ഒന്നിച്ചൊരു ശ്രമം നടത്തിയാൽ അതിൽ കുറച്ച് വിദ്യാർത്ഥികൾക്കെങ്കിലും ഒരുപക്ഷെ സെമിനാർ കോംപ്ലക്സിലേക്ക് എത്തിപ്പെടാൻ കഴിയുമോ എന്നതാണ് ഈ കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഒരുപക്ഷെ ഇന്നിപ്പോൾ സെമിനാർ കോംപ്ലക്സിലേക്കോ ഗസ്റ്റ് ഹൗസിലേക്കോ പോകാനുള്ള ബോധപൂർവമായ ഒരു നീക്കം SFI നടത്തുമോ എന്ന കാര്യവും നമുക്കറിയില്ല. എന്തായാലും പ്രതിഷേധം വീണ്ടും കരത്തിരിക്കുന്നു. ഏതു നിമിഷവും പ്രതിബന്ധം മറികടന്ന് ആ ഭാഗത്തേക്ക് വിദ്യാർത്ഥികൾ പോകാനുള്ള സാധ്യതയുണ്ട്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയെ നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ഘട്ടം പ്രവർത്തകരുമായി ബാരിക്കേഡുകൾ ഭേദിച്ച് പുറത്തേക്ക് കടക്കാൻ പോയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നീക്കിയിരുന്നു. സംസ്ഥാന സെക്രട്ടറി ആർഷയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അതേസമയം ഗവർണർ സെമിനാറിൽ പങ്കെടുക്കുകയും അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ചുറ്റും കൃത്യമായ സുരക്ഷാ വലയം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പസിൻ്റെ ഗേറ്റിന് പുറത്ത് ആണ് ഇപ്പോൾ SFIക്ക് പ്രതിഷേധിക്കാൻ സാധിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അവിടെ വലിയ കുട്ടികളുടെ ഒരു വലിയ നിര തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ ഗവർണർക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രതിഷേധം തുടരുക തന്നെയാണ്. ഈ ചടങ്ങ്, ഗവർണറുടെ ചടങ്ങ്, അത് പൂർത്തിയായോ അനീഷ്, അറിയാമോ? എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഇപ്പോൾ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിദ്യാർത്ഥികൾ എന്തോ ഒരു സർപ്രൈസ് വേറെന്തോ ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്നും അവർ പിന്തിരിയുന്ന കാഴ്ച, അതായത് പുറത്തേക്ക് ഈ ബാരിക്കേഡിന്റെ ആ ഭാഗത്തു നിന്നും എതിർ ദിശയിലേക്ക് പ്രകടനമായി പോകാൻ ഉദ്ദേശിക്കുന്നു. അതിന് മറ്റു വഴികൾ തേടാനാണോ അല്ലെങ്കിൽ അവരുടെ പ്രകടനം അവരുടെ ട്രാപ്പ് എന്ന വിദ്യാർത്ഥി യൂണിയൻ ഓഫീസൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനാണോ എന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. എന്തായാലും ആ പ്രവർത്തകർ പുറകിലേക്ക് തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തോ ഒരു അപ്രതീക്ഷിത നീക്കത്തിലേക്ക് പ്രവർത്തകർ കടക്കുകയാണ്. മറുവശത്തുകൂടെ പ്രകടനമായി ഒരുപക്ഷെ അങ്ങോട്ട് പോകാനുള്ള നീക്കമാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. വലിയൊരു വിദ്യാർത്ഥികളുടെ എണ്ണമുണ്ട്. വനിതാ പ്രവർത്തകർ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ അടക്കമുള്ള ഉണ്ട്. പോലീസിന്റെ ബാരിക്കേഡ് നിലനിൽക്കുന്ന സ്ഥലം ഒഴിവാക്കി മറ്റൊരു വശത്തുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇന്നിൽ കരുതിയിരിക്കുന്നത്, എന്ത് നീക്കമാണ് ഇനി SFI നടത്താൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയുമില്ല. അവർ ബാരിക്കേഡിന്റെ വശത്ത് ബാരിക്കേഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം അവസാനിപ്പിച്ചു. മറുവശത്തൂടെ ക്യാമ്പസിലൊരു പ്രകടനവുമായി മുന്നോട്ട് പോകാനുള്ള എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകർ ഇപ്പോൾ ഒരു വശത്ത് ഇന്ന് മുദ്രാവാക്യങ്ങളുമായി പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയൊരു ബാനർ നടക്കുന്നത് അതിൽ नहीं सर
പുറത്തായിരുന്നു. ഒരു അക്രമവും ഉണ്ടാകരുത് എന്നുള്ള തികഞ്ഞ ബോധ്യം ഞങ്ങൾക്ക് ഈ സമരത്തിന്റെ ആരംഭഘട്ടം മുതലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ അത്തരത്തിൽ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി, ആ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തത്. സ്വാഭാവികമായും അവിടെ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായില്ല. ഇന്നലെ രാജ്ഭവൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിനകത്ത് തന്നെ അവർ പറഞ്ഞത് കേരളത്തിനകത്ത് മുഴുവൻ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്നതൊക്കെ പറഞ്ഞ ആൾക്ക് സ്വാഭാവികമായും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും കേരളത്തിനകത്തുള്ള സമാധാനാന്തരീക്ഷത്തെ സംബന്ധിച്ച്. പൊതുവെ ഏറ്റവും അധികം തിരക്കുള്ള ഒരു പ്രദേശമാണ് മിഠായി തെരുവ്. ആ തെരുവിനകത്ത് ഉൾപ്പെടെ അദ്ദേഹം സഞ്ചരിച്ച ഘട്ടത്തിൽ കേരളം UP പോലെയല്ല ഏറ്റവും സമാധാനപരമായി ജനജീവിതം സാധ്യമാകുന്ന ഒരിടമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഒന്ന്. രണ്ടാമത് അദ്ദേഹം കാണിച്ച ഷോ വർക്കിന്റെ ഭാഗമായി അവിടെ അദ്ദേഹം Then be normal. Yes. One question is that Yeah. the vice chairman does not attend the function. If this is official, what do you think that How if somebody in your office does not come to attend the office, can you explain why he has not come? Can you? So how can I? do you think he boycotted the meeting? Why I should think? Because you are supposed to chair the So you think? You say whatever you want to say. Why you want me to think? because you are supposed to Why this is that? Then you have every right to come to a conclusion. To me, he is not so important that I should think about it. actually sir, he is chair the function actually. Oh, मान लिया भाई, but how do I know about the reason? I do not have any hidden knowledge. Is your office issued a showcase notice to us? That I will not discuss with you. So you have ordered to share. I say what, and this cannot be basis for show cause notice for not attending the meeting. This cannot be the basis. There are so many other things. Okay, you have. You know, there is a judgment of the Honorable Kerala High Court which does not allow any protest inside the university, which does not allow any banner to be displayed inside the university. And here banners were displayed for last more than 24 hours, almost 48 hours. There are many other things. One sanctioned post of the carpenter and 6 CPM workers have been appointed here. There are many other grounds. Why this should be the ground? This is not important. What is important? Somebody was asking me, why do you call criminals? If somebody attacks, you are traveling in a vehicle and a group of persons come and they attack your vehicle and they try to break the glass panes. How will you describe them? Tell me. Sir, in a democracy, should you ask the banners to be removed? In a democracy, should you allow them to break my car and attack me personally? Asking about the banners. About the banner, ask the High Court who has said inside the campus, no banner. Tell me one thing. If Chief Minister is staying here, will they allow the banner? That's another question. Chief Minister is undemocratic, perhaps, but as a governor. No, as governor, two people, if they speak at the same time, then I will go and sit in the car. I can't attend to two persons at one time. Governor, you should be aware of the law. There is a provision. I do not hold an elected office. I am accountable only to the President, Honorable President of India. And that is why there is a provision in IPC. If anyone tries to disturb or overawe either Honorable President or any governor, there is one specific provision. In the law of a democratic country, you can't do that to governor. Sir, you came up as a student leader. That is not. This is. Students are just protesting, I right? might have been student protest. I walked in Calicut for 2 hours. There was not a single protest anywhere. They are not protesters who attack your car physically, who want to hurt you physically. They are protesters. They are criminals, out and out criminals, hired by Chief Minister. He pays them. And it is because Chief Minister has sent them. He wants me. Why he is sending them? Because he feels now control of the university after the judgment of the Honorable Supreme Court has gone out from their hands. And they were
abusing everything in the universities. That control has gone away now. Therefore, they want to frighten me. I'm not one who is, I have already told you, for me, the ideal personality is Swami Vivekananda. And he said, face the brutes, face the terrible, and face them boldly. And if they, like monkeys, they will fall back if you cease to flee from them. I am not one who will flee. And morning when I went to Calicut city, I told them no police personnel, even on the sides. And I walked more than a kilometer. And see the footage, how people were loving, how they were affectionate, how they were showering their love on me. So they are the protesters. They are not protesters. They are, Vice Chancellor yesterday told me most of them are not even students. Yeah, this is what Vice Chancellor has said. Law and order situation, I have told you, apart from law and order, state is in the grip of financial emergency. So your visit was a reply to the protesters. Sir, What kind of absurd questions you ask? Who has trained you in media? I would like to know. Which organization you belong? I have the right to ask, sir. You don't have. Sir, I have the right to you ask. don't have right to ask illogical things. If you want to know If about my you organization, know- this is Madhrumi, this is 100 years Then old what kind of institution. Mathrubhumi? I do not expect this thing. Sir, I Then have what asked kind of genuine question? What is your genuine question? Just a I minute. just asked that your visit was a reply to the protesters. What visit? This is a program which I had given 2 months back. You and said earlier that the protesters tried to attack you and your reply I was, said, you do not know that they attacked my car? You are not aware? so you said you are going into the people. The people loves you and No, you no. loves the people. No. So, No. They are saying that people are protesting. I went to the people to see what they are protesting. Not. I mean, everything is on record. Everybody was full of affection and love. It is only the vested interest who were milking the universities. I have already told you, there is only one sanctioned post of the carpenter here in this university. 6 CPM workers have been appointed on that post. sir, one last question. There cannot be more abuse of the universities than what this chief minister and this government has done. One last question. You have said that the emergency situation is there in Kerala. Already. No. I'm not saying. Fringe of emergency. No. What I have said is, Chief Secretary in his affidavit before the Kerala High Court, he has said that the Kerala government does not have the capacity to honor the financial guarantees it has given. So there is already a financial emergency kind of thing. So you are talking about the anthem that Manga tolerance the country we have. So is there any chance for a truce between you and the There is a question of truth. Law is there. Act accordingly. Now Supreme Court judgment has come. It has made it clear that university matters come purely under the purview of the Chancellor. Don't interfere in the university matters. I am not interfering in your sphere. No, you are. There is a question of truth. What is the conflict? Sir, you are not satisfied on the situation of Kerala now, the law and order situation. You are not. No. Many. I have said in the morning, I still repeat. I have been minister in charge of police division in the government of India. Right from then, I have an opinion. Kerala police is one of the finest police in the country. They are one of the finest. And I really admire them. But they are not being allowed to work. They are being instructions. They are being given instructions by their minister in charge, who is chief minister. What can they do? I sympathize with them. But my opinion about Kerala police has not changed. That they are one of the best police force in the country. That is my opinion. They answered. സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷം
ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജനങ്ങളുടെ പ്രതിഷേധമായി അദ്ദേഹം കാണുന്നില്ല, ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം മാത്രമാണ്. SFIയെ ഗുണ്ടകൾ എന്നായിരുന്നു അദ്ദേഹം ആവർത്തിച്ച് സെമിനാറിൽ പങ്കെടുക്കുന്നതിന് പുറപ്പെടുന്നതിന് മുമ്പ് വിശേഷിപ്പിച്ചത്. ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുക തന്നെയാണ്. താൻ കോഴിക്കോട് നഗരത്തിലൂടെയാണ് നടന്നത്. അവിടെ പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുണ്ടായിരുന്നു. അവരാരും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും ഉയർത്തിയില്ല. പിന്നെ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഇത് ജനങ്ങളുടെ പ്രതിഷേധമാണ് എന്ന് പറയാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. കേരളത്തിലെ പോലീസ് മികച്ചതാണ്, എന്നാൽ അവരെ ചുമതല നിർവഹിക്കാൻ അനുവദിക്കുന്നില്ല എന്നുകൂടിയാണ് ഗവർണർ ചേർത്ത് വയ്ക്കുന്നത്. അതേസമയം പുറത്തെ SFI അതിശക്തമായ പ്രതിഷേധം തുടരുക തന്നെയാണ്. ഗവർണർ ചാൻസലറുടെ എന്ന നിലയിലാണ് പ്രവർത്തിക്കേണ്ടത്, സംഘീയായല്ല ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് പ്രതിഷേധത്തിൻ്റെ മുദ്രാവാക്യം ആയി ഉയർത്തിക്കാണിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുക തന്നെയാണ്. ഇപ്പോൾ MS അനീഷ് കുമാർ ആണ് ചേരുന്നത്. അനീഷ്, ഇപ്പോഴീ പ്രതിഷേധം എവിടേക്കാണ് നീങ്ങുന്നത്? നീക്കം തന്നെയാണ്, പോലീസിനെ അമ്പരപ്പിക്കുന്ന നീക്കമാണ് SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അവർ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പരീക്ഷാ ഭവന് സമീപം തടഞ്ഞാൽ മറ്റൊരു വഴിയിലൂടെ ദേശീയപാതയിലൂടെ വന്ന് ഗവർണറെ തടയാനുള്ള നീക്കം. നമുക്കറിയാം, അത്രയധികം പോലീസുകാരില്ല, ഇവിടെ ബാരിക്കേഡ് അടക്കമുള്ള സംവിധാനങ്ങളില്ല. വാഹനങ്ങൾ കുറുകയിട്ട് പോലീസ് ഈ കൂട്ടത്തെ തടയുന്നത് കാണാം. പക്ഷേ വിദ്യാർത്ഥികളുടെ എണ്ണം വലിയൊരു എണ്ണമാണ്. ഒരു കൃത്യമായ സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഒരു വിശാലമായ മേഖലയാണ്. ഇവിടം താണ്ടി SFI പ്രവർത്തകർക്ക് മുന്നോട്ട് പോകാൻ സാങ്കേതികമായി കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങളുള്ളൂ. ബാരിക്കേഡില്ല, ഒപ്പം പോലീസുകാർ മാത്രമാണുള്ളത്. അവർക്ക് ബാരിക്കേഡുകൾ ചെയ്യാൻ അവസരം ലഭിക്കുന്നില്ല. ഗവർണറുടെ വാഹനം കടന്നു പോകുന്ന ദൃശ്യങ്ങൾ കാണാം. മറുവശത്ത് ഗവർണറുടെ വാഹനം കടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട്. ആ സമയം കണക്കാക്കിയാണ് പ്രവർത്തകർ ഇവിടേക്ക് വന്നത്. നമുക്ക് ഈ ഭാഗത്തു നിന്നും നോക്കിയാൽ കാണാം ഗവർണറുടെ വാഹനം കടന്നു പോകുന്നത്. ഈ ഗവർണറുടെ വാഹനം ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. SFIയുടെ പ്രതിഷേധം എവിടെയാണ്? SFIയുടെ പ്രതിഷേധവും ഗവർണറുടെ വാഹനവും നിൽക്കുന്ന സ്ഥലം തമ്മിൽ ഏതാണ്ട് 50 മീറ്റർ പോലും വ്യത്യാസമില്ലായിരുന്നു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഹൈവേയോട് ചേർന്ന സ്ഥലത്ത് തന്നെയാണ് പ്രവർത്തകരെത്തിയത്. 2-3 വാഹനങ്ങളുടെ അകലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡുകളുടെ തലനാരിഴയ്ക്കെന്ന് പറയുന്ന പോലെ ഗവർണറുടെ വാഹനം കടന്നു പോയിരിക്കുകയാണ്. SFI പ്രവർത്തകർ എത്തിയപ്പോഴേക്കും എത്തി, പോലീസ് അവരെ തടഞ്ഞപ്പോഴേക്കും ഗവർണറുടെ വാഹനം മറുവശത്തൂടെ കടന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു അനിഷ്ട സംഭവം ഇവിടെ ഒഴിവായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് താരതമ്യേന പോലീസ് സുരക്ഷ കുറഞ്ഞ ഒരിടമായിരുന്നു. പോലീസുകാരുടെ എണ്ണം കുറവായിരുന്നു. ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം വാഹനങ്ങൾ മാത്രം നമുക്ക് കാണാം. വാഹനങ്ങൾ കുറുകെയിട്ടാണ് അവരൊരു പ്രതിരോധം ഇവിടെ തീർത്തത്. പക്ഷേ ഗവർണറുടെ വാഹനം കടന്നു പോയിരിക്കുന്നു. വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കൃത്യമായും ഒരു വലിയ സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ വിദ്യാർത്ഥികളുടെ എണ്ണമാണ് അവിടെ നിന്നും താഴേക്ക് വന്നത്. എന്തായാലും ആ ക്രമസമാധാന പ്രശ്നം ഒഴിവായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കാലിക്കറ്റ് സർവകലാശാലയിലെ 3 ദിവസത്തെ വാസം അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ തീർത്ത് ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവിടെ നിന്നും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകും. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഈ സമരവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടായില്ല. SFI വളരെ പെട്ടെന്നുള്ള തിടുക്കത്തിലുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയത്. പ്രവേശന കവാടം, പ്രധാന പാത വിട്ട് മറ്റൊരു പാതയിലൂടെ ദേശീയപാതയിലേക്ക് എത്തുക, ദേശീയപാതയിൽ വരുന്ന ഗവർണറെ ഉപരോധിക്കുക എന്നൊരു നീക്കമായിരുന്നിരിക്കണം അവർ ലക്ഷ്യം വെച്ചത്. പക്ഷേ അവരെത്തിയപ്പോഴേക്കും പോലീസുകാർ ബാരിക്കേഡുകൾ ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറുകയിട്ട് ഇവരെ നിയന്ത്രിച്ചു. അപ്പോഴേക്കും ഗവർണറുടെ വാഹന വ്യൂഹം ആ വഴി കടന്നു പോയിരിക്കുന്നു. ഗവർണർ സുരക്ഷിതമായി സർവകലാശാലയിൽ നിന്ന് പോയിരിക്കുന്നു. ഗവർണറുടെ മുന്നിലേക്ക് യാതൊരു പ്രതിഷേധങ്ങളും നേരിട്ടെത്തിയില്ല. അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം, ഈ പ്രതിഷേധക്കാരും ഈ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹവും തമ്മിൽ 50 മീറ്റർ താഴെ വ്യത്യാസം പോലും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊരു ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. 3 പോലീസ് വാഹനങ്ങൾ ഉപയോഗിച്ചാണ് ഒരു താൽക്കാലിക പ്രതിബന്ധം എടുത്തത്. പക്ഷേ പ്രവർത്തകർക്ക് മുന്നോട്ട് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അതിനുപുറം തന്നെ ഗവർണർ ഈ വഴി കടന്നുപോയി വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം നീങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹ്രസ്വമായ, അല്ലെങ്കിൽ 3 ദിവസം നീളുന്ന കോഴിക്കോട് സന്ദർശനം വിജയകരമായി എന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ കരുതാൻ കഴിയുന്ന രീതിയിൽ പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിപ്പോയിരിക്കുന്നു. പരസ്പരം കൊണ്ടും കൊടുത്തും SFIയും ഗവർണറും പോരടിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. അന്തിമ വിജയം ആരെന്ന് ഇരു കൂട്ടർക്കും വേണമെങ്കിൽ വരും ദിനങ്ങളിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാം. പക്ഷേ കാര്യമായ വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതെ ഇന്നത്തെ പ്രതിഷേധ ദിനവും
കടന്നുപോയിരിക്കുന്നു. സെമിനാർ പൂർത്തിയാക്കി ഗവർണർ കോഴിക്കോട് നിന്നും മടങ്ങിയിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തും. പ്രതിഷേധക്കാർ ഇപ്പോഴും ഏതാണ്ട് 1000-നടുത്ത് പ്രതിഷേധക്കാർ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. പിന്നെയും ക്യാമ്പസിൽ നിന്ന് കുട്ടികൾ ഈ വിശാലമായ ഇടത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ദേശീയപാതയ്ക്ക് സമീപം പോലീസ് തടഞ്ഞ ഇടത്ത് കുത്തിയിരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഗേറ്റിൽ ഉണ്ടായിരുന്ന പ്രതിഷേധക്കാരാണോ പൂർണ്ണമായും ഇവിടേക്ക് എത്തിയത് അനീഷ്? അവർ ആദ്യം ട്രാപ്പ് എന്ന സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസിന്റെ അടുത്തു നിന്നും പ്രകടനമായി പരീക്ഷാ ഭവന്റെ അടുത്താണ് എത്തിയത്. അവിടെ ബാരിക്കേഡുകൾ തീർത്താണ് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞത്. അവിടെ നിന്നും കുറച്ച് പ്രവർത്തകർ പല ഘട്ടങ്ങളിലായി ബാരിക്കേഡ് ഭേദിച്ച് പുറത്തേക്ക് ചാടുകയും ഗവർണർ ഉള്ള സ്ഥലത്തേക്ക് തള്ളിക്കേറി പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ പോലീസ് പല ഘട്ടങ്ങളിലായി നിഷ്ഫലമാക്കിയിരുന്നു. ഇതിനൊടുവിലാണ് ഈ പാട്ടും മുദ്രാവാക്യം വിളികളും ഒക്കെയായി പരീക്ഷാ ഭവന് സമീപം തമ്പടിച്ചിരുന്ന പ്രവർത്തകർ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രവർത്തനം അവസാനിപ്പിച്ച് നാടകീയമായി ഒരു പ്രകടനം എന്ന രീതിയിൽ മുന്നോട്ട് വരികയും പിന്നീട് തങ്ങൾ ദേശീയപാതയിലേക്ക് പോവുകയാണ് എന്ന് പറയുകയും ചെയ്ത് ദേശീയപാതയിലേക്ക് ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം ഒന്നുകിൽ ദേശീയപാതയിലേക്ക്
ആരിത് പറയുന്നറിയാലോ ബാക്കി പണിയൊക്കെ പഠിച്ചെടുക്കുക മാത്രമേ പഠിച്ചുള്ളൂ. ആരിത് പറയുന്നറിയാലോ എന്താ ഉദ്ദേശം? അപ്പുറം കുറവില്ലേ? ഈ മണ്ണ് റോട്ടിലിരിക്കാൻ പോവാ. അവിടെ ഒരു കൊള്ളാം. ജനാധിപത്യ രീതിയിലാണ് പോലെ
കേരളം സാക്ഷ്യം വഹിച്ചിട്ടുമില്ല. പക്ഷേ ഗവർണറുടെ പരാമർശങ്ങൾ, ഗവർണറുടെ നിലപാടുകൾ, ബോധനപരമായ മറുപടികൾ കളിപ്പാട്ടങ്ങൾ പ്രഖ്യാപനം അത് ഞാൻ നേരത്തെ ഇന്നത്തെ ഒരു പ്രതിഷേധമല്ല. ഇന്ന് ഈ ഒരു പ്രതിഷേധം തീരുമാനവുമല്ല എസ്എഫ്ഐയുടെ ഭാഗത്ത്. വനിതകളോ 10 പേര് ക്യാമറാനെ വിളിക്കുന്നത് അവിടെ വൈറ്റ് എടുക്കുന്നു. തയ്യാറായിട്ടില്ല. എവിടെ നോമിനേഷൻ കാലകാല പവർ വണ്ടി കയറിയത് പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരിക, ക്രമസമാധാന പ്രശ്നങ്ങളിലടക്കം ഒരു തകരാറില്ലാതെ ഒരു കാര്യം ഉയർത്തിക്കൊണ്ട് കളിച്ചോ
സൗണ്ട് അടിച്ച് അങ്ങ് പോകും. വലിയ വിമർശനങ്ങൾക്ക് മാറുന്നതിനോട് കാരണം ഒരു ജനകീയ വിദ്യാർത്ഥികളാണെങ്കിൽ അന്ന് ഉയർത്തിക്കൊണ്ട് ഇങ്ങോട്ട് വേണം. എങ്ങനെയാ ഞാൻ തെറ്റ് എവിടെയാണത്? എന്ത് ആ ചെവിയിൽ വെച്ച് കേൾക്കുന്നു. ഇരിക്കാൻ പോവാ അല്ലടാ കോന്നൂർ കിടക്കുക. കോന്നൂർ കൊണ്ടോ ജിന്ദാബാദ്
ഈ വായനന്മാർക്കുള്ള നിങ്ങൾ കത്തിക്കരി നോക്കി കേരളമാണ്
റൈറ്റ്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5750 രൂപ, പവൻ 46,000, വെള്ളി ഗ്രാം 80, കിലോ 80,000, പ്ലാറ്റിനം ഗ്രാമിന് 3364 രൂപ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.